മലങ്കര കാത്തലിക് ടിവിയുടെ അനുദിന വിശുദ്ധർ എന്ന പരമ്പരയിലേക്ക് ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഫെബ്രുവരി 23 വിശുദ്ധ പോളികാർപ്പിൻ്റെ തിരുനാൾ. യേശുവിൻ്റെ ശിഷ്യനായ യോഹന്നാൻ്റെ ശിഷ്യനായിരുന്നു പോളികാർപ്പ്. അദ്ദേഹത്തെ ക്രിസ്തു മതത്തിലേക്ക് കൊണ്ടുവന്നതും യോഹന്നാൻ ശ്ലീഹായായിരുന്നു. സ്മിർനായിലെ ആദ്യ മെത്രാനായി യോഹന്നാൻ പോളികാർപ്പിനെ വാഴിച്ചു. ബൈബിളിലെ വെളിപാട് പുസ്തകത്തിൽ യോഹന്നാൻ സ്മിർനായിലെ മാലാഖ എന്ന് വിശേഷിപ്പിക്കുന്നത് പോളികാർപ്പിനെയാണെന്ന് കരുതപ്പെടുന്നു. മരണം വരെ വിശ്വസ്തനായിരിക്കുക, അങ്ങനെയെങ്കിൽ ജീവന്റെ കിരീടം നിനക്ക് ഞാൻ നൽകും എന്നാണ് വെളിപാട് പുസ്തകത്തിൽ സ്മിർനായിലെ സഭയ്ക്കുള്ള സന്ദേശത്തിൽ യോഹന്നാൻ പറയുന്നത്. 2-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ സഭയുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിലും ക്രിസ്തുവിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിലും പോളികാർപ്പ് പ്രത്യേകം ശ്രദ്ധ വച്ചിരുന്നു. അക്കാലത്ത് ഏറെ പ്രചാരം നേടിയിരുന്ന നോസ്റ്റിക് ചിന്തയ്ക്കെതിരെ പോരാടിയതും പോളികാർപ്പായിരുന്നു. ഈസ്റ്റർ എന്ന് ആഘോഷിക്കണമെന്നത് സംബന്ധിച്ച് മാർപ്പാപ്പയായിരുന്ന അനിസദസുമായി പോളികാർപ്പ് ചർച്ചകൾ നടത്തിയതായും വിശ്വസിക്കപ്പെടുന്നു. പോളികാർപ്പ് നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ടെങ്കിലും അവയിൽ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം മാത്രമാണ് ഇന്ന് ലഭ്യമായിട്ടുള്ളത്. ഔറേലിയസ് ചക്രവർത്തിയുടെ കാലത്ത് പോളികാർപ്പ് രക്തസാക്ഷിത്വം വഹിച്ചു. അന്ന് അദ്ദേഹത്തിന് 86 വയസ്സുണ്ടായിരുന്നു. ഇത്രയും പ്രായമുള്ള ഒരാളെ വധിക്കുവാൻ ഉദ്യോഗസ്ഥർ ആദ്യമൊന്ന് മടിച്ചു. എന്നാൽ സമ്മർദ്ദം ശക്തമായപ്പോൾ അദ്ദേഹത്തെ ജീവനോടെ ദഹിപ്പിക്കാൻ ന്യായാധിപൻ ഉത്തരവിട്ടു. എന്നാൽ അഗ്നിയിലേക്ക് അദ്ദേഹത്തെ ഇറക്കി നിർത്തിയിട്ടും ഒരു പൊള്ളൽ പോലും ഏൽപ്പിക്കാൻ അവർക്കായില്ല. ഒടുവിൽ കുന്തം കൊണ്ട് കുത്തിയാണ് പോളികാർപ്പിനെ കൊലപ്പെടുത്തിയത്. വിശുദ്ധ പോളികാർപ്പ് നമ്മോട് ഇങ്ങനെ പറയുന്നു: സാഹോദര്യത്തിൻ്റെ സ്നേഹിതരെ, ആരെയും നിന്ദിക്കാതെ കർത്താവിൻ്റെ ശാന്തതയോടെ പരസ്പരം സഹായിച്ചും സത്യത്തിൽ ഐക്യപ്പെട്ടും വിശ്വാസത്തിൽ സ്ഥിരമായും അചഞ്ചലമായി നിന്ന് കർത്താവിൻ്റെ മാതൃക അനുധാവനം ചെയ്യുവിൻ.